നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സർക്കാർ അപ്പീൽ ഉടൻ നൽകും. നിയമവിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും ഇത് ചെയ്യുക. ഈ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് ദിലീപ്. ശരിക്കും ഈ വിധിയുടെ പകർപ്പുകളൊക്കെ കിട്ടിത്തുടങ്ങിയതോടെ ഈ വിധി പ്രഖ്യാപനവും ഒക്കെ തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. മാത്രമല്ല അതിജീവിത രംഗത്ത് വരികയും ചെയ്തു. അതിജീവിതയെ അനുകൂലിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യരും പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഒരുപക്ഷെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു ചിന്ത ജനങ്ങളെ ശക്തമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയൂ ദിലീപ്. ആ വാർത്തയിലേക്ക് വരാം. അതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ അല്പം മുമ്പ് നിതിൻ അംബുജൻ തന്ന വാർത്തയിൽ എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ നടൻ ദിലീപ് പങ്കെടുക്കേണ്ടിയിരുന്നതായിരുന്നു. അത് പിന്നീട് വിവാദങ്ങളെ തുടർന്ന് ഒഴിവാക്കി എന്ന കാര്യമായി. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി CPIM നിയന്ത്രണത്തിലുള്ളവരാണ്, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്ന കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കണം. മുൻ മുഖ്യമന്ത്രി EK നയനാരുടെ മകൾ ഉഷ പ്രവീൺ അത് ഉപദേശക സമിതി അംഗമാണ്. CPIMൻ്റെ കൗൺസിലറായിരുന്ന റനീഷ് ഇതിൻ്റെ ഉപദേശക സമിതി അംഗമാണ്. ഏതാണ്ട് 2 മാസം മുമ്പാണ് അവിടെ ഈ ഉപദേശക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഈ വാർത്തയിലേക്ക് വന്നാൽ, ഈ എറണാകുളം നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ആ വാർത്ത, അതിൽ നടൻ ദിലീപ് അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇത് സംബന്ധിച്ച നടപടികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനാണിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിയമമന്ത്രി P. രാജീവ് നേരത്തെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്, അപ്പീൽ നൽകുമെന്ന കാര്യം. അവൾക്കൊപ്പം എന്ന കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഈ അപ്പീൽ നൽകുന്നതിനുള്ള നീക്കങ്ങൾ വളരെ സജീവമാക്കുകയാണ്. നിയമവിദഗ്ധരുമായൊക്കെ ഇതിൻ്റെ കൂടിയാലോചന നടത്തിക്കഴിഞ്ഞു. 10 ദിവസമെങ്കിലും ഈ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനിടെ ഇന്നലെ കേരള മനസ്സാക്ഷിയുടെ ഉള്ളുലച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അതിജീവിതയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വിധിക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണം എന്ന് തന്നെ പറയാം. അതിൽ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തനിക്കുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ ധരിപ്പിച്ചിരുന്നതാണ് എന്ന കാര്യം അതിജീവിത തൻ്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ച ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അതിനാധാരമായി ഈ അതിജീവിത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ 2 പ്രോസിക്യൂട്ടർമാർ തന്നെ പല ഘട്ടങ്ങളിലായി ഇതിൽ നിന്ന് മാറി ഒരു പ്രതിയിലേക്ക് കേസിൻ്റെ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ്, ഈ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുമ്പോഴാണ് അതിൽ ഈ നിലയിലുള്ള ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് അതിജീവിത കുറിച്ചത്. അതേ തുടർന്നാണ് 2 പ്രോസിക്യൂട്ടർമാർ മാറിയത്. ആ പ്രോസിക്യൂട്ടർമാർ അന്ന് തന്നെ തന്നോട് പറഞ്ഞിരുന്നതാണ് ഈ കേസിൽ തനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന കാര്യം. അത് അതിജീവിത കുറിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അത് പുറത്ത് പലരും കണ്ടിട്ടുണ്ട്. 3 തവണ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതിൻ്റെ ലാബ് റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടും അത് നൽകിയില്ല. പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അത് നൽകാൻ തയ്യാറായത്. ഈ ജഡ്ജിയെ മാറ്റണം എന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രതിഭാഗമാകട്ടെ ഈ ജഡ്ജി തന്നെ തുടർന്നാൽ മതി എന്നാവശ്യപ്പെട്ടതുമൊക്കെ സംശയാസ്പദമായിരുന്നു എന്നും അതിജീവിത ആ കുറിപ്പിൽ പറയുന്നുണ്ട്. പൾസർ സുനി, 1-ാം പ്രതി പൾസർ സുനിയെ തനിക്കറിയാമായിരുന്നു എന്ന കാര്യവും അതിജീവിത നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പിൽ. 2016 ഒരു സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ ടീം നിയോഗിച്ചതാണ് ഇയാളെ. പിന്നീട് 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ തനിക്ക് ഇയാളുമായി വലിയ പരിചയമില്ല എന്ന കാര്യം കൂടി അതിജീവിത അതിൽ കുറിച്ചിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് കഥകൾ മെനയുന്നവർ അത് തുടർന്നോളൂ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. തന്നെ അധിക്ഷേപിക്കുന്നവരും അത് തുടർന്നോളൂ, അതിനുവേണ്ടിയാണല്ലോ പണം വാങ്ങിയത് എന്ന കാര്യവും അതിജീവിത ഈ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും നിയമ പോരാട്ടം തുടരും എന്നാണ് അതിജീവിത ആ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി മഞ്ജു വാര്യരും എത്തിയിരുന്നു. മഞ്ജു വാര്യരും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നീതി പൂർണ്ണമായും ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. കോടതികളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇതിൽ പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല. കുറ്റക്കാരായവർക്കെതിരെ ശിക്ഷ ലഭിച്ചെങ്കിലും അത് ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിൽ തന്നെയുണ്ട്. ആസൂത്രണം ചെയ്തവർക്ക് കൂടി ശിക്ഷ ലഭിച്ചാലേ നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയൂ എന്നാണ് മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഏതായാലും
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ മേൽക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.